നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് നിന്നും ഇന്നലെ പുറത്തുവന്ന വാർത്തയുടെ വേദന തീർന്നില്ല. അതിനിടയ്ക്കിതാ വീണ്ടും കൊച്ചിയിൽ നിന്നും എളമക്കരയിൽ നിന്നും മറ്റൊരു വേദന പുറത്തു വരികയാണ്. എളമക്കരയിൽ അച്ഛനെയും 6 വയസ്സുകാരിയായ മകളെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചേർത്തല പാണാവള്ളി സ്വദേശി പവിശങ്കർ എന്ന 33 വയസ്സുകാരനും മകൾ വാസുകി എന്ന 6 വയസ്സുകാരിയുമാണ് പോണേക്കരയിലെ സെന്റ് സേവിയേഴ്സ് റോഡിലുള്ള വാടക വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെയിൽസ്മാൻ ആയിരുന്ന പവിശങ്കർ കുറച്ചുകാലമായി ജോലിയില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മകൾക്ക് വിഷം നൽകിയ ശേഷം പിതാവ് തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ മകൾ കിടക്കയിലും പിതാവ് തൂങ്ങി നിൽക്കുന്ന നിലയിലുമായിരുന്നു. മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലെത്തിയ ഭാര്യ സ്നാഷയും കസിൻ ശബരീഷുമാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത്. ഇടപ്പള്ളിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന സ്നാഷ വ്യാഴാഴ്ച രാത്രി 11:30 വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. പവിശങ്കറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമായിരുന്നു. ഭർത്താവിനെയും മകളെയും കാണാതായതിനെ തുടർന്ന് പരിഭ്രാന്തയായ സ്നാഷ രാത്രി തന്നെ പൂന്തോട്ടിയിലുള്ള കസിൻ ശബരീഷിന്റെ വീട്ടിലെത്തി. രാത്രി മുഴുവൻ പവിശങ്കറെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്ന് ശബരീഷ് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ പോലീസിൽ പരാതി നൽകാനായി പോണേക്കരയിലെത്തിയ സമയത്ത് ഒരിക്കൽ കൂടി വീട്ടിൽ നോക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു എങ്കിലും പൂട്ടിയിരുന്നില്ല. താക്കോൽ വാതിൽ തന്നെ വെച്ചിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി 11:30 വെള്ളിയാഴ്ച രാവിലെ 11 ഇടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും മരണകാരണങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. എന്തിനാണ് പവി സ്വന്തം മകളെ കൂടി കൊന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പവി മാത്രമായിരുന്നതിനെയല്ലേ ഒരുപക്ഷെ ജീവൻ ഒടുക്കുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടക്കുമായിരുന്നുള്ളൂ. 6 വയസ്സുകാരിയെ അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ. അല്ലെങ്കിലും ഒരു വീട്ടിൽ ഒരു വ്യക്തി ജോലിക്ക് പോകുമ്പോൾ എന്താണ് അതിൽ പകരം ഉള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന ചോദ്യമൊക്കെയുണ്ട്. എന്തിനായിരുന്നു മകളെ കൂടി ഈ ലോകത്ത് നിന്നും പറിച്ചു കൊണ്ടുപോയതെന്ന ചോദ്യം ഉയരുകയാണ്. സമാനമായ രീതിയിൽ ഇതിനു മുമ്പും നമ്മുടെ കേരളത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് സാമ്പത്തികപരമായി അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അച്ഛനും, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത്ര നന്നല്ലായിരുന്നു. ഭാര്യ മക്കളെ വിട്ടു നൽകാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് മക്കൾക്കും അമ്മയ്ക്കും സ്വന്തം അമ്മയെയും കൊന്നതിന് ശേഷം മകൻ തൂങ്ങി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതി വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും സ്വന്തം മകനെ, 2 വയസ്സുകാരനായ മകനെ വിഷം നൽകി കൊന്നതിന് ശേഷം അമ്മ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാവരും ദുഃഖത്തിലാണ്. അവരുടെ രണ്ടുപേരുടെയും ചിത്രം കാണുമ്പോൾ, പുറത്തു വരുന്ന ഫോട്ടോ കാണുമ്പോൾ വേദനയോടെ അല്ലാതെ നമുക്ക് ഇവരെ നോക്കാൻ സാധിക്കില്ല എന്നും വ്യക്തമാകുകയാണ്.